ഹലോ മക്കൾസ്, വീണ്ടും നിങ്ങളുടെ സ്വന്തം ബഹുമാനപ്പെട്ട ഫാസിൽ സർ. മുത്തുകളെ സ്വത്തുകളെ കലകളെ കുളിരുകളെ. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഫാസിൽ സറുടെ ഭാര്യ പ്രഗ്നന്റ് ആയി വിചാരിക്കുക. ഓക്കെ, ഞാൻ കല്യാണം ഒന്നും കഴിച്ചിട്ടില്ല, ഇനി എന്നാലും വിചാരിക്കുക. ഓക്കെ, ഭാവിയിൽ പ്രഗ്നന്റ് ആവട്ടെ. ഓക്കെ, അപ്പം ഭാര്യ പ്രഗ്നന്റ് ആയി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇടയ്ക്കിടയ്ക്ക് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ഓരോ ടെസ്റ്റുകളൊക്കെ നടത്തേണ്ടി വരും. അതിന്റെ ഭാഗമായിട്ട് അൾട്രാസൗണ്ട് സ്കാനിങ് നടത്തും. സ്കാനിങ്ങിന് പോകും ഇടയ്ക്കിടയ്ക്ക്. പിന്നെ അതുപോലെ തന്നെ ബ്ലഡ് യൂറിൻ ടെസ്റ്റ്, അതായത് രക്തമൂത്ര പരിശോധനക്കൊക്കെ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? അവളുമായിട്ട് ഞാനും അതുപോലെ തന്നെ എൻ്റെ ഭാര്യയൊക്കെ എന്ത് ചെയ്യും? ആശുപത്രിയിലേക്ക് പോകും. എന്നിട്ട് ഓരോ ചെക്കിംഗ് ഒക്കെ നടത്തും. അപ്പം എൻ്റെ ചോദ്യം ഇതാണ്, വാട്ട് ഈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ബ്ലഡ് യൂറിൻ ടെസ്റ്റ് ആൻഡ് അൾട്രാസൗണ്ട് സ്കാനിങ് ഡ്യൂറിങ് പ്രഗ്നൻസി? ഗർഭധാരണ സമയത്ത് രക്തമൂത്ര പരിശോധനയുടെയും അൾട്രാസൗണ്ട് സ്കാനിങ്ങിൻ്റെയും പ്രാധാന്യം എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെക്കിങ് നടത്തുന്നത്? എന്തിനാണ് ഇങ്ങനെയൊക്കെ ടെസ്റ്റുകൾ നടത്തുന്നത്? എന്തിനാണ് ഇങ്ങനെ സ്കാനിങ് നടത്തുന്നത്? അത് നടത്താതിരുന്നാൽ പോരാ, നടത്തണം. എന്തിനാണ് നടത്തുന്നത് ചോദിച്ചാൽ അതിന് കൃത്യവും വ്യക്തവുമായ ആൻസർ ഉണ്ട്. ഇതാ പിടിച്ചോ. അൾട്രാസൗണ്ട് സ്കാനിങ് എന്തിനാണ് നടത്തുന്നത് ചോദിച്ചാൽ പ്രധാനമായിട്ടും 3 കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണ് സ്കാനിങ് നടത്തുന്നത്. 4 കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണ് സ്കാനിങ് നടത്തുന്നത്. ഒന്ന്, പ്ലാസൻ്റയുടെ പൊസിഷൻ. ഞാൻ പറഞ്ഞല്ലോ, ബ്ലാസ്റ്റോസിസ്റ്റ് എൻഡോമെട്രിയത്തിൽ അറ്റാച്ച് ചെയ്തതിന് ശേഷം രൂപപ്പെടുന്ന ഒരു ടെമ്പററി സ്ട്രക്ചറാണെന്ത്? പ്ലാസൻ്റ. ആ പ്ലാസൻ്റയുടെ പൊസിഷൻ, പ്ലാസൻ്റയുടെ സ്ഥാനം മനസ്സിലാവാൻ വേണ്ടിയിട്ടാണെന്ത്? ഒന്ന്, സ്കാനിങ് നടത്തുന്നത്. 2, ഗർഭസ്ഥ ശിശുവിൻ്റെ വളർച്ച, അതായത് ഗ്രോത്ത് ഓഫ് ദ ഫീച്ചേഴ്സ്. കുട്ടി എത്രത്തോളം വളർന്നിട്ടുണ്ട്, കുട്ടിക്ക് 4ാം മാസത്തിൽ എത്ര വളർച്ചയുണ്ടായി, 5ാം മാസത്തിൽ എത്ര വളർച്ചയുണ്ടായി, അതായത് കുട്ടിൻ്റെ ഗ്രോത്ത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് 2ാമത് സ്കാനിങ് നടത്തുന്നത്. 3ാമത് എന്തിനാണ് സ്കാനിങ് നടത്തുന്നത് ചോദിച്ചാൽ, അതായത് ഒന്നിൽ കൂടുതൽ ഭ്രൂണത്തിൻ്റെ സാന്നിധ്യം ഉണ്ടോ ഇല്ലേ എന്ന് തിരിച്ചറിയാൻ, അതായത് ഇരട്ട കുട്ടികൾ ഉണ്ടോ ഇല്ലേ എന്ന് അറിയാൻ ഇതുമൂലം പറ്റും. ഓക്കെ, അതായത് മോർ ദാൻ 1 എംബ്രിയോ, 1 or 2 കുട്ടികൾ, ഇനി മേ ബി 3 കുട്ടികളൊക്കെ ഉണ്ടാവാം, അത്രയൊന്നും ഇല്ലെങ്കിലും. ഓക്കെ, അപ്പോൾ ഒന്നിലധികം കുട്ടികൾ ഉണ്ടോ ഇല്ലേ എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ സ്കാനിങ്ങിലൂടെ അറിയാൻ പറ്റും. അപ്പോൾ അതും ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ്. 4ാമത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ജനിതക വൈകല്യങ്ങൾ, അതായത് ജനറ്റിക് അബ്നോർമാലിറ്റീസ്. കുട്ടിക്ക് എന്തെങ്കിലും ജനിതക വൈകല്യങ്ങൾ, കുട്ടി ജനിക്കുമ്പോൾ എന്തെങ്കിലും പ്രശ്നം പറ്റിയിട്ടാണോ ജനിക്കുന്നത്, അതൊക്കെ നമുക്ക് മുൻകൂട്ടി അറിയാൻ പറ്റും. അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള പ്രിക്കോഷൻസ് ഒക്കെ ഓൾറെഡി എടുത്തു വെക്കാൻ കഴിയും. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ സ്കാനിങ് നടത്തുന്നത്. അപ്പോൾ പ്ലാസൻ്റൻ്റെ പൊസിഷൻ, ഗ്രോത്ത് ഓഫ് ദ ഫീച്ചേഴ്സ്, അബ്നോർമാലിറ്റീസ് ഓഫ് ദ ഫീച്ചേഴ്സ് ആൻഡ് പ്രസൻസ് ഓർ ആബ്സെൻസ് ഓഫ് മോർ ദാൻ 1 എംബ്രിയോ, അതായത് മോർ ദാൻ 1 എംബ്രിയോ ഉണ്ടോന്നോ ഇല്ലാന്നോ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ അല്ലേ? പിന്നെ അതേപോലെ തന്നെ 2ാമത്തെ ചോദ്യം പറഞ്ഞത് രക്തമൂത്ര പരിശോധനകൾ, ബ്ലഡ് ആൻഡ് യൂറിൻ ടെസ്റ്റ്. എന്തിനാണ് ഈ പ്രഗ്നൻ്റ് ആയിട്ടുള്ള ലേഡിൻ്റെ ബ്ലഡും യൂറിനും ടെസ്റ്റ് ചെയ്യുന്നത് എന്നാണ് ചോദ്യം. സിമ്പിളാണ് ആൻസർ. അതായത് ബ്ലഡ് എന്തിനാണ് ടെസ്റ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, ഒന്ന്, ബ്ലഡ് ഗ്രൂപ്പ് അറിയാൻ വേണ്ടിയിട്ട്, രക്തഗ്രൂപ്പ് കറക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട്, ബ്ലഡ് ഗ്രൂപ്പ് കിട്ടാൻ വേണ്ടിയിട്ട്. ഓക്കെ, ബ്ലഡ് ഗ്രൂപ്പ് ഡിറ്റർമിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തിനാണ് ബ്ലഡ് ഗ്രൂപ്പ് ഡിറ്റർമിൻ ചെയ്യുന്നത്? ഞാൻ ഓൾറെഡി നമ്മുടെ ലൈവ് ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞു തന്നിരുന്നു. അതായത് ഫോർ എക്സാമ്പിൾ, ഈ പെണ്ണിന് പ്രഗ്നൻസിൻ്റെ സമയത്ത് മേ ബി ബ്ലീഡിങ് ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും പെട്ടെന്ന് കുറേ ബ്ലഡ് അവളുടെ ബോഡിയിലേക്ക് കയറ്റേണ്ടി വരും. അപ്പോൾ പിന്നെ ബ്ലഡ് ചെക്ക് ചെയ്ത് കണ്ടുപിടിച്ച് അതിന് സമയമെടുക്കും. അപ്പോൾ പെട്ടെന്ന് ഇത് ഓൾറെഡി കുറച്ച് ആളുകളെ, അതായത് ഏത് ബ്ലഡ് ഗ്രൂപ്പാണ് ആ പെൺകുട്ടി ഉള്ളത്, ആ പെൺകുട്ടീൻ്റെ ബ്ലഡ് ഗ്രൂപ്പുള്ള 2 ആളുകൾ ഓൾറെഡി നമ്മൾ കണ്ടുവെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേഗം എന്ത് ചെയ്യാം? ഇവരുമായിട്ട് ബ്ലഡ് കൊടുക്കാൻ പറ്റും. അങ്ങനെ കുറച്ച് മെച്ചങ്ങളുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ, ബ്ലഡ് ഗ്രൂപ്പ് ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, ഒന്ന് ചെക്ക് ചെയ്യാൻ പറ്റും. ഈ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ. 2ാമത്തേത് ഹീമോഗ്ലോബിൻ്റെ അളവ് ചെക്ക് ചെയ്യാൻ പറ്റും. ഹീമോഗ്ലോബിൻ്റെ അളവ് ചെക്ക് ചെയ്യാൻ പറ്റും. 3ാമത്തേത് ഗ്ലൂക്കോസിൻ്റെ അളവ് ചെക്ക് ചെയ്യാൻ പറ്റും. അതായത് ഈ പെണ്ണിന് അത്യാവശ്യം ഗ്ലൂക്കോസ് ഉണ്ടെന്നുണ്ടെങ്കിൽ പെണ്ണിന് അത്യാവശ്യം എനർജി ഉണ്ടാവുള്ളൂ, അപ്പോഴേ ആ കുട്ടികൾക്ക് ഒരു ആരോഗ്യമൊക്കെ ഉണ്ടാവുള്ളൂ. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ പെണ്ണിൻ്റെ ബോഡിയിലുള്ള ഗ്ലൂക്കോസിൻ്റെ ലെവല്, അതുപോലെ തന്നെ അവളുടെ ബോഡിയിലുള്ള ഹീമോഗ്ലോബിൻ്റെ ലെവല്, അതുപോലെ തന്നെ TSH. അതെന്താ സാർ TSH? അതൊരു ഹോർമോണാണ്, തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ എന്നാണ് പറയുക. ആ തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോണിൻ്റെ അളവ് കുറഞ്ഞാൽ അത് ആ കുട്ടിയെ ബാധിക്കും. കാരണം കുട്ടിക്ക് ബുദ്ധി ഉണ്ടാവില്ല. കുട്ടീൻ്റെ ബ്രെയിനിൻ്റെ ഗ്രോത്ത് ഒക്കെ കൺട്രോൾ ചെയ്യുന്നത് ഈ TSH. അത് നമുക്ക് പഠിക്കാനൊന്നുമില്ല. അപ്പോൾ ആ TSH അത്യാവശ്യം അവളുടെ ബോഡിയിൽ വേണം. അപ്പോൾ TSH ഉണ്ടോ, ഹീമോഗ്ലോബിൻ ഉണ്ടോ, ഗ്ലൂക്കോസ് ഉണ്ടോ, ഇതൊക്കെ ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെക്ക് ചെയ്യണം? രക്തം അല്ലെങ്കിൽ ബ്ലഡ് ചെക്ക് ചെയ്യണം. പിന്നെ അതേപോലെ തന്നെ ബ്ലഡ് ഗ്രൂപ്പ് കിട്ടണമെന്നുണ്ടെങ്കിലും രക്തം അല്ലെങ്കിൽ ബ്ലഡ് ചെക്ക് ചെയ്യണം. ഓക്കെ അല്ലേ? പിന്നെ എന്തിനാണ് മൂത്രം ടെസ്റ്റ് ചെയ്യണത്? മൂത്രം എന്തിനാണ് ടെസ്റ്റ് ചെയ്യണത്? എന്തിനാ ഇടയ്ക്കിടയ്ക്ക് പ്രഗ്നൻ്റ് ആയുള്ള ലേഡീസിൻ്റെ മൂത്രം ടെസ്റ്റ് ചെയ്യണമെന്ന് ചോദിച്ചാൽ, കേട്ടോളൂ സുഹൃത്തുക്കളെ. ഒന്ന്, ആ മൂത്രനാളിയിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻസ് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്, അതായത് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻസ് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. 2, HIV ഇൻഫെക്ഷൻസ് അല്ലെങ്കിൽ എയ്ഡ്സ് ഉണ്ടോ ഇല്ലേ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. 3ാമത്തേത് അനീമിയ, വിളർച്ച. ഓക്കെ, അനീമിയ ഉണ്ടോ ഇല്ലേ എന്ന് അറിയാൻ പറ്റും. 4ാമത്തേത് ഗർഭകാല പ്രമേഹം. അതെന്താ ഗർഭകാല പ്രമേഹം? അതായത് ഗസ്റ്റേഷണൽ ഡയബറ്റീസ്, ഗർഭകാലഘട്ടത്തിൽ ഒരു പ്രത്യേകതരം പ്രമേഹം ഉണ്ടാകും, അതുണ്ടോ ഇല്ലയെന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റും. അതുപോലെ തന്നെ മലേറിയ ഒക്കെ ഉണ്ടോ ഇല്ല എന്നുള്ളതൊക്കെ ഈ ഒരു മൂത്രം പരിശോധിച്ചാൽ അറിയാൻ പറ്റും. അപ്പോൾ മൂത്രം പരിശോധിച്ചാൽ മലേറിയ ഉണ്ടോയെന്നോ, മലേറിയ, അനീമിയ, ഗസ്റ്റേഷണൽ ഡയബറ്റീസ്, അതുപോലെ തന്നെ HIV ഇൻഫെക്ഷൻസ്, യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻസ്, ഇതൊക്കെ ഉണ്ടോ ഇല്ല എന്നുള്ളതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അറിയാൻ പറ്റും. അപ്പോൾ അതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? അതിനനുസരിച്ചുള്ള പ്രിക്കോഷൻസ് എടുക്കാൻ പറ്റും. അപ്പോൾ എന്ത് ചെയ്യും?
ഇതൊക്കെ ചെയ്യുന്നത് എന്താണ്, വെരി 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 നല്ലതാണ്. ഓക്കെ അല്ലേ, അച്ഛാ ഹേ. പിന്നെ ലാസ്റ്റ് വേറൊരു ടെസ്റ്റും കൂടി ഉണ്ട്, അതായത് ബ്ലഡ് യൂറിൻ ടെസ്റ്റ്, രണ്ടും കൂടി ഒപ്പം മിക്സ് ചെയ്ത് കാണുള്ള ഒരു പരിപാടി. അതെപ്പോഴാണ് ചെയ്യാന്ന് ചോദിച്ചാൽ 7 മാസം കഴിഞ്ഞാലാണ്. 7 മാസം കഴിഞ്ഞാൽ നമ്മൾ വേറൊരു ടെസ്റ്റ് എടുത്തും, അതാണ് യൂറിൻ ആൽബുമിൻ ടെസ്റ്റ്. എന്ത് ടെസ്റ്റ്? യൂറിൻ ആൽബുമിൻ ടെസ്റ്റ്. യൂറിൻ ആൽബുമിൻ ടെസ്റ്റ് എന്തിനാ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ആ പെണ്ണിന് ഹൈ ബ്ലഡ് പ്രഷർ ഉണ്ടോ ഇല്ലേ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഹൈ ബ്ലഡ് പ്രഷർ അല്ലെങ്കിൽ ഉയർന്ന രക്തസമ്മർദ്ദം, ബ്ലഡ് പ്രഷർ കൂടുന്ന ഒരു സിറ്റുവേഷൻ, ബ്ലഡ് പ്രഷർ നല്ല രീതിയിൽ എമൗണ്ട് കൂടുന്ന ഒരു സിറ്റുവേഷനാണ് ഹൈ ബ്ലഡ് പ്രഷർ. അതിനെ വിളിക്കുന്ന പേരാണ് പ്രീ എക്ലാംസിയ. എന്താ പേര്? പ്രീ എക്ലാംസിയ. പ്രീ എക്ലാംസിയ ഉണ്ടോ ഇല്ലയെന്നും നമ്മൾക്ക് ഈ ഒരു ബ്ലഡ് അല്ല, ആൽബുമിൻ യൂറിൻ ടെസ്റ്റിലൂടെ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ബ്ലഡ് എന്തിനാണ് ടെസ്റ്റ് ചെയ്യുന്നതെന്നും യൂറിൻ എന്താ ടെസ്റ്റ് ചെയ്യുന്നതെന്നും പിന്നെ അതുപോലെ തന്നെ യൂറിൻ ആൽബുമിൻ ടെസ്റ്റ് എന്തിനാന്നുള്ളതും നമ്മൾ ഡിസ്കസ് ചെയ്തു. പിന്നെ നേരത്തെ അൾട്രാസൗണ്ട് സ്കാനിങ് എന്തിനാന്നുള്ളതും നമ്മൾ ഡിസ്കസ് ചെയ്തു. അങ്ങനെയെങ്കിൽ എൻ്റെ മുത്തുമണികൾ ഒരു കാര്യം എന്ത് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അതായത് ഇതല്ലാതെ ഈ ബ്ലഡ് യൂറിൻ ടെസ്റ്റും അൾട്രാസൗണ്ട് സ്കാനിങ്ങും അല്ലാതെ വേറൊരു പരിശോധനയും കൂടിയും വേറൊരു ചെക്കപ്പും കൂടിയും ഈ പ്രഗ്നൻ്റ് ആയിട്ടുള്ള ലേഡികൾ ഇടയ്ക്കിടയ്ക്ക് നടത്തണം. ഓരോ മാസം കൂടുമ്പോഴും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നടത്തണം. അതേതാ ചെക്കിംഗ് എന്നുള്ളത് ജസ്റ്റ് താഴെ എന്ത് ചെയ്യുക, കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. സോ സി യു സൂൺ. വീണ്ടും കാണാം അടുത്ത വീഡിയോയിൽ. ഇത് നിങ്ങളുടെ സ്വന്തം ബഹുമാനപ്പെട്ട കുഞ്ഞാപ്പല്ലെങ്കിൽ ഫാസിൽ സാർ. ഗുഡ് നൈറ്റ്, ഗുഡ് മോർണിംഗ്, എന്തെങ്കിലുമൊക്കെ ഗുഡ് നൈറ്റ് മതി. ഓക്കെ, ഗുഡ് നൈറ്റ്.